പരമ നാറി ചെറ്റ്. എടാ നിനക്ക് എന്നാടാ അറിയാൻ മേലടി ചോദിക്കുക. ഇവിടെ ക്യാമറ വല്ലതും ഉണ്ടാന്ന് നോക്കുവാണ് ഗൈസ്. ഏത് തന്തയിലെത്തവനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. ക്യാമറ നോക്കി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അവസരം തരാം, വേണേ കൊണ്ട് വെച്ചോ. ഇവിടെ അടുത്ത ഔട്ട് പോസ്റ്റ് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഒന്ന് തിരക്കാൻ പോവാം. ക്യാമറ ഉണ്ട്. അവിടെ ക്യാമറ ഉണ്ട്. എനിക്ക് കരയാൻ തോന്നുന്നു. ഇത് എനിക്ക് മാത്രം സംഭവിക്കത്തുള്ള. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് രാത്രിയാണെന്ന് അറിയാം, പക്ഷേ രാവിലെയൊക്കെയാണെന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐഫോൺ കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ കിടന്നുതരാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നേരെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോകണം. അതിൻ്റെ അകത്ത് ഞാനൊരു ഫ്രീ ആയിട്ട് ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്, സിമ്പിൾ റൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഒന്നുമില്ല, 2-3 പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതിന് താഴത്ത് കമന്റ് ഇടുക, 5 നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്. 5ാമത്തെ ദിവസം ഞാൻ ഗിവ് അവേ ചെയ്യുന്നതാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഫ്രീ ആയിട്ട് അളിയാ കിട്ടാൻ പോകുന്നതാ. ചുമ്മാ പോയ 2 കമന്റ് കിട്ടിയ ഐഫോൺ. ഞാൻ സ്വപ്നം കാണുവാണ് ഗൈസ്. പതിവില്ലാണ്ട് എന്റെ ഫ്രിഡ്ജിനകത്ത് നിറയെ ഫ്രൂട്ട്സ് ഒക്കെ. ഓ മാൻ, എന്ത് പറ്റിയത്? യു വാണ്ട് സം ഓറഞ്ച്? എനിക്കറിയാം ഗൈസ്, നിങ്ങൾക്ക് ഓറഞ്ച് ആപ്പിൾ ഒന്നും അല്ല വേണ്ടത്. ഐ നോ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, നമ്മുടെ ലാസ്റ്റ് വ്ലോഗിന് ഇട്ട് ഭയങ്കര എൻഗേജ്മെന്റ് ആയിരുന്നു. കുറെ ആൾക്കാർ എന്നെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് ചോദിച്ചു, ബ്രോ എന്ത് പറ്റി, എന്താണ് സീൻ, ക്യാമറക്കകത്ത് എന്തോ കണ്ടത്, പോലീസിനെ വിളിച്ചോ, എന്ത് പറ്റി ബ്രോ, എന്താണ് സീൻ, ആരെങ്കിലും കട്ടിട്ട് പോയാ എന്നൊക്കെയായിരുന്നു ഗൈസ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് അതാണ് കേൾക്കേണ്ടത്. അല്ലേ അല്ലേ അല്ലേ? അതെ, എനിക്ക് സത്യം പറഞ്ഞ ഗൈസ് പക്ഷെ ഭയങ്കര നഷ്ടവും ഭയങ്കര സങ്കടവും വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും നിങ്ങൾ കാണും. ഏതൊരു തന്തയിലത്തോ വന്ന് വെച്ച് എന്റെ വണ്ടിയുടെ എംബ്ലം വീണ്ടും എടുത്തിട്ട് പോയിട്ടുണ്ട്. ക്യാമറ നോക്കി പോക്കാം. ഈ പ്രാവശ്യം വീണ്ടും ഇത് വലിച്ചിങ്ങനെ പറിച്ചെടുത്തിട്ടുള്ളു. ഇത് കാണുമ്പോ അറിയാം. ഇവന്മാർക്കൊക്കെ എന്നാത്തിന്റെ കഴപ്പാണ് ഞാൻ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു. ഈ എംബളം പറിച്ചോ വല്ല വണ്ടി ഇടിച്ചും ചാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ര വേണ്ടല്ലോ, അത്ര വേണ്ട. എന്നാലും അതായാലും മതി. കോപ്പ്. എന്നാലും ഇവിടെ ക്യാമറ വല്ലതും ഉണ്ടാന്ന് നോക്കുവാണ് ഗൈസ്. കോപ്പ് ഏത് തന്തയിലെത്തവനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. ക്യാമറ നോക്കി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അവസരം തരാം, വേണേ കൊണ്ട് വെച്ചോ. വേണേ കൊണ്ട് തന്നോളെ, ഇല്ലെങ്കിൽ ക്യാമറ നോക്കി പൊക്കും. ഞാൻ ആലോചിക്കുവാണ് ഇങ്ങനെ ഈ തന്തയിലേമ കാണിക്കണ മുമ്പാർക്കൊക്കെ എന്നാ സുഖം കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണം. അത് തന്നെ ഇവിടെ ഇടുമ്പോഴേ വണ്ടിക്കാണെങ്കിൽ ഞാൻ ഡാഷ് ക്യാം വെച്ചിട്ടില്ല. അതാണ് മെയിൻ പ്രോ. ഒരു ഡാഷ് ക്യാം അല്ലെങ്കിൽ ഒരു ക്യാമറ ഉള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണമായിരുന്നു. ഓ ദൈവമേ, ഈ കാണിച്ചോ മുടിഞ്ഞു പോണേ. അല്ലെങ്കിൽ അവൻ ഗൈസ് ഇവിടെ അടുത്ത ഔട്ട് പോസ്റ്റ് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഒന്ന് തിരക്കാൻ പോവാം. ക്യാമറ ഉണ്ട്. അവിടെ ക്യാമറ ഉണ്ട് ഗൈസ്. അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ പറയുവാണ്, പ്രാഗിയവല്ല ഞാൻ തലയെറിപ്പിച്ചോണ്ട് നീ അനുഭവിക്കണം എന്നാ അറിയും. വെറുതെ പറയുമല്ലോ, നീ അനുഭവിക്കും. കർമ്മ ഈസ് എ ഫക്കിംഗ് ബിച്ച്. ഗൈസ് എനിക്കറിയത്തില്ല ഇവന്മാർക്കൊക്കെ എല്ലാത്തിന്റെ സത്യം കൊണ്ട് തെറിയാ പറയണ്ട. ഈ എടുത്തവനുണ്ടല്ലോ മുട്ടിഞ്ഞു. ആ പ്രാഗിയെ തകർത്തിച്ചോണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് വാ, നിനക്ക് എന്താ എടുത്തവനെ പറയാനുള്ള? എനിക്ക് നല്ല എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ എന്നാത്തിന്റെ ആലോചിക്കണം. സത്യം നമ്മൾ കഷ്ടപ്പെട്ട് വണ്ടി കൊണ്ട് ഇവിടെ വരുമ്പോ എവിടെയെങ്കിലും കൊണ്ടിടാം. ഇവിടെ വന്ന് പറിച്ചെടുത്തിട്ട് പോയി. എനിക്കൊന്ന് എന്നെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്റെ ഏട്ടവല്ലായിരിക്കും. അന്നാലും ഈ വണ്ടിക്കിട്ടൊക്കെ ചെയ്യണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് സംസാരിക്കണം. അല്ലാണ്ട് ഇവിടെ വെറുതെ കിടക്കണ വണ്ടിയൊക്കെ പൊളിച്ചിട്ട് പോലെ ചെയ്യണം. എടാ നിനക്കൊക്കെ തന്തയിടയിൽ നേരിട്ട് ഒന്ന് സംസാരിക്കാനോട് ഞാൻ ഇപ്പൊ പറയുന്നു. അല്ലാണ്ട് ഈ വണ്ടിക്കെട്ട് ഓരോന്ന് ചെയ്യുമല്ലേ ചെയ്യണ്ട. എന്തായാലും എടുത്തവൻ മുടിഞ്ഞ് ചാകൂടാ നീ. നിന്നെ ഞാൻ പ്രാഗിരിക്കുന്നു. ഏറ്റവും അടിപൊളി ഞാൻ യൂണിവേഴ്സുമായിട്ട് അറ്റാച്ച് അത്ര നീ മുടിയോടാ മുടി വേദനയുണ്ട് കുറച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്തിരി വേദനയുണ്ട്, അതുകൊണ്ട് പറയാം. നീ മുടിഞ്ഞ് നീ ചാവൂടാ പട്ടി തെണ്ടി. ഗൈസ് കോമഡി ആട്ടോ. സ്വത്തായിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല. വൻ കലിപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വൻ സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചിരി വരുമെന്ന്. അവളുടെ കാട്ടായൊക്കെ അങ്ങനെ അവിടെ നിന്ന് വെച്ച് കാണിക്കണ പറച്ചിൽ കണ്ട എനിക്ക് ചിരി വന്നിട്ട് മൊത്തത്തിൽ ഫണ്ണിയായി പോയി. എനിക്ക് കരയാൻ തോന്നുന്നു. ഇതെനിക്ക് മാത്രം സംഭവിക്കത്തുള്ള. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങളുടെയൊക്കെ ആരെങ്കിലും വണ്ടിയുടെ ലോഗോ
ഏതെങ്കിലും തെണ്ടിയൊക്കെ വന്നു ഇങ്ങനെ എടുത്തിട്ട് പോകാറുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. എന്ത് ലോകോലെന്തോ ആരെന്നെ മറ്റേ ഇത് വെച്ച് കൈവശല്ലോ എന്തോ പ്രാഗിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോഗോ ഒക്കെ അടിച്ചിട്ട് പോകുന്നു. ഫിഷ് മാൻ. അത് ഒരു വട്ടമല്ല ഗൈസ്, രണ്ടാമത്തെ വട്ടം. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. സാധനം വരും, ഇനി കുറച്ച് ദിവസം എടുക്കും. ഓ വൈ മാൻ, വൈ ദിസ് ഹാപ്പനിങ് ടു മീ ഓൺലി? കമോൺ ഗൈസ്. അഥവാ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിടന്ന് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എടുത്തവനെ കിട്ടുവാണെങ്കിൽ അവനോട് പറഞ്ഞിട്ട് എനിക്കൊന്ന് തരാൻ പറ. അല്ലെങ്കിൽ അവനെ പിടിച്ച് ഇടിക്കുകയെങ്കിലും ചെയ്യാം. കോപ്പ്. എടാ നീയൊക്കെ എന്ത് പരിപാടിയാണ് അതിന്? ഈ ലോകം എടുത്തവൻ ഈ വീഡിയോ കാണാൻ തുടങ്ങിയാൽ നിന്നോട് പറയുക, എടാ പരമ നാറി ചെറ്റ്, എടാ നിനക്ക് എന്നാടാ അറിയാൻ മേലടി ചോദിക്കുക. നീ എൻ്റെ വണ്ടിയൊക്കെ പൊളിച്ചിട്ട് പോകണം എന്തിനാടാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് സംസാരിക്കും. അല്ലാണ്ട് വണ്ടിയുടെ പാർട്സ് ഒക്കെയാണ് എടുത്തത്. അതാ ഇനി മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും ഡാഷ് ക്യാമറ വാങ്ങി വണ്ടി ഞാൻ പിടിപ്പിക്കാൻ പോവുക. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പോൾ, എല്ലാവരുടെ വണ്ടി ഇഷ്ടമുള്ള തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും ഉദ്ദേശമില്ല. നമ്മുടെ വണ്ടികൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിടുക മാക്സിമം. വല്ല ഇതുപോലെ ഉത്സവപ്പറമ്പുകളില, അല്ലെങ്കിൽ പെരുന്നാളുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡി ഏരിയയിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ക്യാമറ നിരീക്ഷണത്തിലുള്ള സ്ഥലത്ത് കൊണ്ട് ഇടാവുള്ളൂ. കാരണം ഇതേപോലത്തെ തന്തയിലെത്തമാർ കുറേ എണ്ണം കാണുമെന്ന്. വണ്ടിയുടെ പാച്ചൊക്കെ അടിച്ചിട്ട് പോകാൻ, ഹെൽമെറ്റ് അടിച്ചിട്ട് പോകും, അങ്ങനെ കുറേ എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ സൂക്ഷിച്ച് കൊണ്ടിടുക. കാരണം എനിക്കതിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ പെൻസിലിൻ്റെ ലോഗോ രണ്ടാമത്തോട്ട് കേസ്, ഒന്നല്ല രണ്ടാമത്തെ വട്ടം. ഓ നീ മുട്ടിഞ്ഞു പോകണം, ഞാൻ പ്രാകരിക്കും പിന്നെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബെൻസിന്റെ അവസ്ഥ എന്തുവാന്ന് അറിയാവാ? നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഒരു ടോണി സ്റ്റാർക്ക് ഉണ്ട്. ദാറ്റ് ഈസ് മൈ ഡാഡി കൂൾ. ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അച്ഛൻ പിറ്റേന്ന് തന്നെ ഞാൻ നോക്കുമ്പോൾ എന്താണ്ടൊക്കെ ഒരു പേസ്പോർട്ടാ, എന്താണ്ട് ഒരു ഫൈബർ പോലെ സാധനമൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് എന്താണ്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് വേറൊന്നുമല്ല, എന്തായാലും കുറച്ച് ദിവസം എടുക്കുമെന്നേ സാധനം വരാൻ വേണ്ടി. അതായത് ശമ്പളവും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 3 to 4 days എടുക്കും. അപ്പം അതുവരെ അച്ഛൻ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കട്ടെ. എന്നിട്ട് എന്നോട് കഴിഞ്ഞ് ചോദിച്ചാൽ പെയിൻ്റ് അടിക്കണമെന്നൊക്കെ ചോദിച്ചു. എൻ്റെ അളിയാ എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഡാഡി കേട്ടാ. വേറൊന്നുമല്ല, എന്തുണ്ടൊരു ഭയങ്കര വർക്കഹോളിക്കാണെന്ന്. എന്നെ പോലെ ഒന്നല്ല, ഞാനൊക്കെ ഭയങ്കര മടിയാണ്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരു ഗിവ് അവേ കൊടുക്കണുണ്ടെന്ന്. അതിനകത്ത് iPhone 16 ആണ് കേട്ടോ കൊടുക്കണം. സ്വത്തിന്റെ മമ്മിയൊക്കെ അവിടെ നിന്ന് വെച്ച് 50 കമന്റ് കണ്ട് ഇട്ടോണ്ടിരിക്കുവാണ്. ഇപ്പൊ എനിക്ക് ലൈവ് എനിക്ക് കാണാൻ പറ്റും. നോക്കുമ്പോ കമന്റ് വരുന്ന 50 കമന്റ് കണ്ട് കണ്ട കമന്റ് ഇട്ടോണ്ടിരിക്കുക. അപ്പൊ ഒരു 100 കമന്റ് ഇട്. സ്വത്തിന്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ബിലീവറാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ശുദ്ധ മനസ്സോടെ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തികളാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വെച്ച് കമന്റ് ഇട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങളോട് എനിക്കിതേ പറയാനുള്ളൂ, കൂടുതൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ദ ചാൻസസ് ആർ മോർ ടു വിൻ. ഓക്കെ, അപ്പൊ അതേ ഇവിടെ കണ്ടോ പൂര കമന്റ് അടി. സ്വത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. സ്വത്തു സ്വത്താണ് ലോകത്തിലെ ഏറ്റവും സുന്ദരി. ഓക്കെ, എന്താ അതേ കമന്റ് ഇട്ടിരിക്കണോ? ഇതിന് മുമ്പ് നേരത്തെ വേറെ ഇട്ടിട്ടുണ്ട്. ഒരു 100 ആയിട്ടുണ്ട്. മമ്മി ഐഫോണിന് വേണ്ടിട്ട് ഇങ്ങനെ പൊരുതുവാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് എന്റെ ജീവിതം. കഷ്ടങ്ങളും നഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞ ജീവിതമാണ്. ഐ ലവ് യു സ്വത്തു. നീ മാത്രമേ എനിക്ക് സ്നേഹം തരുന്നുള്ളൂ. എടാ എന്റെ എംപ്ലോയെടുത്തവനെ നീ മുടിഞ്ഞ് നാരായണക്കല്ലെടുക്കണം നാശമായിട്ട്. അത്രേ ഉള്ളു ഗൈസ്. അതുപോലെ തന്നെ എൻ്റെ എംബ്ലം കട്ടവനെ ആരെങ്കിലും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ദൃക്സാക്ഷികളും ആ സാധനം അവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്കണം, എന്നോടൊന്ന് പറയണം, അല്ലെങ്കിൽ എംബ്ലം കിട്ടുവാണെങ്കിൽ ഒന്ന് തന്നേക്കണം. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ.
ലവ് യു ഗൈസ്, ലവ് യു. നിങ്ങളൊക്കെ എന്റെ മുത്തുക്കളായിട്ടോ, സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ തന്തയില്ലാമെന്ന് കാണിക്കലും. ഓക്കെ, എന്നാലും അവസാനമായിട്ട് ഒന്നുകൂടെ പറയാം എടുത്തവരോട്, നീ മുട്ടിഞ്ഞു പോകണം, നീ നോക്കിക്കോ, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കഷ്ടത കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. അതിൽ ഗൈസ് അങ്ങനെ സന്തോഷിക്കരുത്, ഞാൻ നിങ്ങളുടെ ശംഖ് പടിയാണ്. ഓക്കെ, അപ്പൊ ഗൈസ് എന്ന് പറയണമല്ലോ, വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ബെല്ലൈക്കൻ ടഹേന്ന് അടിച്ചു പൊട്ടിക്കുക. ആ എംബ്ലം കട്ടവന്റെ ചെവിക്കൽ അടിക്കത്തില്ല, അതേപോലെ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.